ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിസ്ഥിതി ദിന ക്വിസ്. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല? ഉത്തരം ആലപ്പുഴ. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത്? ഉത്തരം തെക്കേ അമേരിക്ക. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അഗ്നിപർവ്വതം ഏതാണ്? ഉത്തരം മൗണ്ട് എറിബസ്. എവിടെ വച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും യോജിക്കുന്നത്? ഉത്തരം നീലഗിരി. ഡോഡോ പക്ഷിയുടെ വംശനാശം മൂലം ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായ സസ്യം ഏതാണ്? ഉത്തരം കാൽവേരിയ മേജർ. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. സഹ്യാദ്രി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. ലോകത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ നിലയം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം തെങ്ങ്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? ഉത്തരം വേപ്പ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? ഉത്തരം 2012. കാണ്ടാമൃഗത്തിൻ്റെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ആസാം. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപയായ മലയാളി വനിത ആരാണ്? ഉത്തരം സുനിത നാരായണൻ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ്? ഉത്തരം പറമ്പിക്കുളം. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1986. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം മസനോവ ഫുക്കുവോക്ക. ലോക പരിസര ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 7. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പാറാട്ടുകോണം. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2006. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം രാജീവ് ഗാന്ധി. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏതാണ്? ഉത്തരം വനശ്രീ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഉത്തരം കൊൽക്കത്ത. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം വർഗീസ് കുര്യൻ. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ശെന്തുരുണി. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനം? ഉത്തരം ചരൺ സിംഗ്. കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഉത്തരം മഞ്ജു വാര്യർ. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം? ഉത്തരം 5. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം മംഗളവനം. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ഉത്തരം ചിന്നാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം ഏതാണ്? ഉത്തരം കുങ്കുമപ്പൂവ്. കേരള സംസ്ഥാന ശലഭം ഏതാണ്? ഉത്തരം ബുദ്ധമയൂരി.